നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നമ്മൾ എൽ പിയിലെ പ്ലേസ്മെന്റ്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും എൽ പി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം അവിടുത്തെ പ്ലേസ്മെന്റ് റെക്കോർഡ്സ് തന്നെ ആയിരിക്കും. വെറുതെ എങ്കിലും ഗൂഗിൾ കയറി എൽ പി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരെ അവരുടെ പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂടാതെ എൻ്റെ പ്ലേസ്മെന്റ് എക്സ്പീരിയൻസും ഞാൻ പ്ലേസ്ഡ് ആയെങ്കിൽ എവിടെ, പിന്നെ 100 കണക്കിന് ബാക്കിയുള്ള പ്ലേസ്മെന്റ് സംശയങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഹിസ്റ്ററിയാണ് എൽ പി യിലുള്ളത്. 2.5 crore, 1 crore, പിന്നെ ലക്ഷങ്ങളുടെ കണക്ക്. അപ്പോൾ എൽ പി യിൽ പഠിച്ചെന്ന് കരുതി നിങ്ങൾക്കും ഈ ഒരു പ്ലേസ്മെന്റ് കിട്ടുമോ അല്ലെങ്കിൽ ഈ ഒരു പാക്കേജ് കിട്ടുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൽ പി യിൽ പഠിച്ചെന്ന് കരുതി ആരും നിങ്ങൾക്ക് ലക്ഷങ്ങൾ കൊണ്ട് തരാൻ പോകുന്നില്ല. അത് എൽ പി യിൽ മാത്രമല്ല, എല്ലാ കോളേജിനും ബാധകമാണ്. പിന്നെ എന്താണ് എൽ പി യിൽ പഠിച്ചാലുള്ള ഗുണം? ഫസ്റ്റ് ഓഫ് ഓൾ, നല്ലൊരു ബേസിക് എഡ്യൂക്കേഷൻ എൽ പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രം പോരാ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ സ്കിൽസാണ്, പിന്നെ നിങ്ങളുടെ എക്സ്പെർട്ടൈസുകളും. പക്ഷേ ഇത്രയും മതിയോ നല്ലൊരു പാക്കേജ് കിട്ടാനായിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് നല്ല ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് നല്ല സ്കിൽസ് ഉണ്ട്, നല്ല എക്സ്പെർട്ടൈസ് ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് അവതരിപ്പിക്കുക? എവിടെയാണ് അവതരിപ്പിക്കുക? എങ്ങനെയാണ് ഒരു കമ്പനീനെ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക? അവിടെയാണ് എൽ പിയുടെ ഇമ്പോർട്ടൻസ്. ഒരു പക്ഷേ എൽ പി യിൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട്. അവർ ഓരോ കമ്പനീനെ അപ്രോച്ച് ചെയ്ത് എൽ പി യിലേക്ക് കൊണ്ടുവരും റിക്രൂട്ട്മെൻറ്റിനായിട്ട്. ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലാണ്. നമുക്കാണ് പ്ലേസ്മെൻറ്റ് വേണ്ടത്. അപ്പോൾ നമ്മളാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മളാണ് പഠിക്കേണ്ടത്, നമ്മളാണ് നേടേണ്ടത്. എൽ പി യിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അവസരങ്ങൾ ഒരുക്കി തരാമെന്ന് മാത്രമാണ്. അത് ഒരു വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്ത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം പ്രൊജക്ട്സുകൾ ചെയ്യുക, മാക്സിമം ഹാക്കത്തോൺസുകളും കോമ്പറ്റീഷൻസുകളും അറ്റംപ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമുക്ക് പ്ലേസ്മെൻറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ഡ്രൈവിൽ പോയിട്ട് മാക്സിമം നമുക്ക് നമ്മുടെ സ്കില്ല് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ട്, നിങ്ങൾ കുറേ കാര്യങ്ങളിൽ എക്സ്പേർട്ടാണ്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിയും കിട്ടി. എന്നാലും അത്രയും മതിയോ നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് കിട്ടാനായിട്ട്? പോരാ. അവിടെയാണ് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ളത്. നമുക്ക് എങ്ങനെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കിപ്പോൾ കുറേ സ്കിൽസ് ഉണ്ട്, പക്ഷെ നമുക്കൊരാളോട് സംസാരിച്ച് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാത്രമായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുക. ആ ഒരു 5 മിനിറ്റിൽ നമ്മൾ മറ്റേ ആളെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ഏറ്റവും. അപ്പോൾ ഈ ഒരു സ്കിൽസിനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സ്കിൽസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വരെ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂവറിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കൺവിൻസിങ്ങിന് വലിയൊരു പാർട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷനും കൂടെ മെച്ചപ്പെടുത്തി ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് അല്ലെങ്കിൽ നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനകത്ത് എൽ പിൻ്റെ മാത്രമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടെ ഒരുമിച്ച് പോയാൽ മാത്രമേ കിട്ടുള്ളൂ. അതിനകത്ത് എൽ പിൻ്റെ ഭാഗം അവർ വൃത്തിക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ബാക്കി നമ്മുടെ കയ്യിലാണ്. നമ്മൾ എങ്ങനെ ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ പ്ലേസ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരൊറ്റ ഓപ്ഷൻ എന്നുള്ളത്. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് മികച്ച പാക്കേജുകളും കാര്യങ്ങളും കിട്ടാനുണ്ട്. നമ്മൾ ഈ ഒരു ആദ്യത്തെ 10 പേരെ അല്ലെങ്കിൽ ആ ഒരു കോടികളുടെ ലക്ഷങ്ങളുടെ കണക്ക് നോക്കി ഒരിക്കലും ഇരിക്കരുത്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും കൊണ്ട് മാത്രമാണ് അത് കിട്ടുന്നത്. നമ്മൾ കാണാറില്ലേ IAS-നും IPS-നും ഒക്കെ പഠിക്കുന്നവർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതേ ഡെഡിക്കേഷനോടുകൂടെ ചെയ്താൽ മാത്രമേ ഇത്രയും വലിയ വലിയ പാക്കേജുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അവരെ കണ്ടിട്ട് എൽ പിയിൽ ജോയിൻ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ഏത് ഏരിയയിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, എന്ത് സ്കിൽസാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ഏത് കമ്പനിയിലാണ് പോകേണ്ടത്, ആ കമ്പനിക്ക് എന്ത് സ്കിൽസാണ് ഉള്ള ആൾക്കാരെയാണ് നോക്കുന്നത് എന്നെല്ലാം നോക്കിയിട്ട് മാത്രം നിങ്ങൾ മുന്നിലേക്ക് പോവുക. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയം കണ്ടെത്തി വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും എൽ പിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്ലേസ്മെൻറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ ആയി പോവില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടുകയും ചെയ്യും. ഇനി നമ്മുടെ ജോബ് മാർക്കറ്റ് അറിയാലോ, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ജോബ് മാർക്കറ്റാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചിറങ്ങി ഉടനെ ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. അതുപോലെ കിട്ടിയാൽ തന്നെ നമ്മൾ പഠിച്ച അതേ ബാക്ക്ഗ്രൗണ്ടിലാണ് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പഠിച്ചിറങ്ങി ഒരു കമ്പനിയിലും പോയി അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻ്റർവ്യൂ വരെ സെറ്റായി കിട്ടണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെടണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ആ ഒരു സമയത്താണ് നമുക്ക് എൽ പി യു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. കാര്യം കമ്പനികളെ അവർ കൺവിൻസ് ചെയ്ത് വിളിച്ചുകൊണ്ട് വരികയാണ്, നിങ്ങളുടെ സ്റ്റുഡൻസിന് ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അവിടെ നമുക്കൊരു ഓപ്പൺ സ്പേസ് കിട്ടുകയാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് പോയി അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. അപ്പോൾ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്, നമുക്ക് ജോബ് മാർക്കറ്റിൽ എങ്ങനെയാണ് കോമ്പറ്റീഷൻ ഉള്ളത് അതുപോലെ തന്നെ എൽ പി യുവിനുള്ളിലും കോമ്പറ്റീഷൻ ഉണ്ട്.
ഏകദേശം ഒരു 45,000 സ്റ്റുഡൻസ് പഠിക്കുന്നതിനായിട്ട് നമ്മൾ ഏറ്റവും മികച്ച ഒരു 1000 പേരോ 2000 പേരോ 3000 പേരൊക്കെയാണ് മാക്സിമം ആയാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു പ്ലേസ്മെൻറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രത്തോളം കോമ്പറ്റീഷൻ LPൻ്റെ ഉള്ളിലുമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു പ്ലേസ്മെൻറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി പറയാനുള്ളത് LPU ഇതിനു വേണ്ടി വേറെ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, അവിടുത്തെ പ്ലേസ്മെൻറ്റ് ക്ലാസ് ആണ്. നമ്മൾ പ്ലേസ്മെൻറ്റ് ഡ്രൈവിന് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കരിയർ സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകം നമ്മളൊരു ഫെസിലിറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്ലേസ്മെൻറ്റിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്ലാസ്സസുകൾ ഉണ്ടാവും. എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസവും ശനിയാഴ്ചയും ഒക്കെ അങ്ങനെയായിട്ട് ആ ക്ലാസ്സുകൾ ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വൊക്കാബുലറിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് ഉള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ ടെക്നിക്കൽ ക്ലാസ്സുകളും വരുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം അവിടെ എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് LPയിൽ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്ത് പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, കാര്യം അത് അറ്റൻഡൻസിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ 4th ഇയറിൽ മാത്രം കരിയർ സർവീസ് രജിസ്റ്റർ ചെയ്താൽ മതി. കാര്യം 4th ഇയർ മുതലാണ് പ്രോപ്പർ ഡ്രൈവ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. ഓരോ കമ്പനീസും മാക്സിമം ക്യാമ്പസിലേക്ക് വരിക. അപ്പോൾ ഒരു 3rd ഇയറിലാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ 3rd ഇയറിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ആ ക്ലാസ്സിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചും കണ്ടും മാത്രം ഒരു ഡ്രൈവിനെ രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ ആദ്യം തന്നെ 4th ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഈ പറയുന്ന എഡ്യൂടെക് കമ്പനികളും ഫിൻടെക് കമ്പനികളും വരും. എന്നിട്ട് അവർ മാക്സിമം സ്റ്റുഡൻറ്റിനെ ഹയർ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ചാടിക്കയറി അത് ഡ്രൈവിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ നല്ലപോലെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു കമ്പനി സെലക്ട് ചെയ്യും. പക്ഷേ എഡ്യൂടെക്കിലേക്ക് ഫിൻടെക്കിലേക്ക് പോകേണ്ടാത്തവരാണ് അല്ലെങ്കിൽ പോകാൻ താല്പര്യമില്ലാത്തവരാണ് ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഒന്ന്, നമുക്ക് ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിൽ ഇരിക്കാൻ പറ്റില്ല. ആ ഒരു ഓഫർ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 മാസമോ 2 മാസമോ ഡീബാർ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്, ഒരു ടെമ്പററി ബാൻ. ആ ഒരു 2 മാസം സമയത്തേക്ക് നമുക്ക് മറ്റുള്ള ഡ്രൈവുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രൈവ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യപ്പെട്ടുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ചും കണ്ടിട്ടും മാത്രം ഓരോ ഡ്രൈവുകളും രജിസ്റ്റർ ചെയ്യുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള കുരുക്കുകളിൽ ചെന്ന് പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി എൻ്റെ പ്ലേസ്മെൻറ്റ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ 3-ാം വർഷം ആദ്യം തന്നെ ഈ പറയുന്ന കരിയർ സർവീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിരുന്നാലും അറ്റൻഡൻസിന് വേണ്ടിയിട്ട് ആ ക്ലാസ്സൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം 3-ാം വർഷം ലാസ്റ്റ് ആയിട്ടാണ് ആദ്യത്തെ ഡ്രൈവിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം വന്ന കമ്പനി എന്ന് പറയുന്നത് ഓട്ടോഡെസ്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തു, CV സബ്മിറ്റ് ചെയ്തു. CV ഷോർട്ട് ലിസ്റ്റ് ആയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഞാൻ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. ഇത്രയും കാലം ഞാൻ എന്താണ് ചെയ്തത്? എനിക്ക് ആ ഒരു റിയലൈസേഷൻ വന്നു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് പ്ലേസ്മെൻറ്റ് ഇരിക്കാൻ തന്നെ ഒരു യോഗ്യത ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി എന്ന്. പിന്നെ ഞാൻ ആലോചിച്ചു എന്താണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് പ്ലേസ്മെൻറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുക. ആ ഒരു 3 വർഷവും ഞാൻ സ്പെൻഡ് ചെയ്തത് വളരെ ചിൽ മൈൻഡായിട്ടാണ്. കാര്യം പ്രത്യേകിച്ച് ഒന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് നമ്മൾ എക്സാംസ് എഴുതുന്നു, പാസ്സാവുന്നു, സപ്ലൈ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രം പോരാ. നമുക്കൊരു നല്ലൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ മാത്രം പോരാ നമുക്ക് ഈ ഒരു ജോബ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിന് സ്പെസിഫിക് സ്കിൽസ് തന്നെ വേണം, സ്പെസിഫിക് സർട്ടിഫിക്കേഷൻസ് വേണം, നമുക്ക് പ്രോജക്ട്സ് വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ CVയിൽ മിസ്സിംഗ് ആയിരുന്നത്. പിന്നെ അന്ന് മുതൽ ഞാൻ സർട്ടിഫിക്കേഷൻസ് ഉണ്ടാക്കാനും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കേണ്ടതെന്ന് പഠിക്കാനും വേണ്ടി സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ ഈ പറയുന്ന 2 മാസം 3-ാം വർഷം കഴിഞ്ഞ് 2 മാസം വെക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്ലേസ്മെൻറ്റ് സർവീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ആ ഒരു വെക്കേഷനിൽ വീട്ടിൽ പോകാൻ പറ്റില്ല. കാര്യം നമുക്ക് അപ്പോൾ പ്ലേസ്മെൻറ്റ് ഡ്രൈവുകൾ ഉണ്ടാവും, ക്ലാസ്സസും ഉണ്ടാവും. അപ്പോൾ ആ ടൈം ഞാനും മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, മാക്സിമം ടെക്നിക്കൽ നോളജ് ഉണ്ടാക്കാൻ നോക്കി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷം പഠിച്ചുള്ള ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ഈ വരുന്ന ഇൻ്റർവ്യൂവറിന് ചോദിക്കാം. എൻ്റെ ഒരു വട്ടമൊക്കെ തെർമോഡൈനാമിക്സിൻ്റെ ഏതോ ഒരു ഇക്വേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ മാക്സിമം നമുക്ക് ടെക്നിക്കൽ നോളജ് നമ്മൾ പഠിച്ചതിൽ നിന്ന് ഉണ്ടാക്കുക, അത് പിന്നെ ഇൻ്റർവ്യൂവിൽ സംസാരിക്കാൻ പഠിക്കുക, പിന്നെ നമ്മളെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതിപ്പോൾ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, നമ്മൾ ഏത് കമ്പനിയാണ് അല്ലെങ്കിൽ ഏതൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റുന്ന രീതിയിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 10-35ഓളം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് ഫെയിൽ ആയതിനു ശേഷമാണ് ഒരു ദിവസം ഏകദേശം നവംബർ പകുതി ആയപ്പോൾ ഒരു ദിവസം 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ 2 ഇൻ്റർവ്യൂ ക്രാക്കായി. അതിലടുത്ത ലെവലിലേക്ക് പോയി, അങ്ങനെ ഫൈനൽ ലെവലിലേക്ക് പോയി. ആ ഒരു അന്ന് നടന്ന 2 ഇൻ്റർവ്യൂവിൻ്റെയും 2 ഓപ്പർച്യൂണിറ്റീസും
എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ 2 കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. ഒന്ന് ഇമ്മീഡിയറ്റ് ജോയിനിങ് ആയിരുന്നു, ഒന്ന് ബിടെക് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ആദ്യത്തെ കമ്പനി ഒരു റോബോട്ടിക്സ് കമ്പനി ആയിരുന്നു, ഒരു വെയർഹൗസ് ഓട്ടോമേഷൻ കമ്പനി ആയിരുന്നു. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. 7 മാസത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. നമുക്കറിയാം LPUവിൽ ലാസ്റ്റ് സെം ഒന്നുകിൽ പ്രൊജക്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് മെത്തേഡിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തു. ശരിക്കും ആ ഒരു കമ്പനിയുടെ സൈഡിൽ നോക്കുമ്പോൾ ഞാൻ ഒരു എംപ്ലോയി ആയിട്ട് തന്നെ ആയിരുന്നു. എന്നാൽ കോളേജിൻ്റെ സൈഡിൽ ഇന്റേൺഷിപ്പ്. പിന്നെ ഞാൻ ഒരു 7 മാസം അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഈ ഒരു 2ാമത്തെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞാൻ എത്തുമായിരുന്നു. അപ്പോൾ 2ാമത്തെ ഓപ്പർച്യൂണിറ്റി ബോഷാണ്. ബോഷ് കുറച്ചുകൂടി ഒരു ബെറ്റർ MNC ആയതുകൊണ്ടാണ് ഞാൻ ബോഷിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഏകദേശം ഇപ്പോൾ ഞാൻ കറൻ്റ് ബോഷിൽ വർക്ക് ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും ഒരു മാർക്കറ്റിൽ ചെന്നിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആവണമെങ്കിൽ തന്നെ എന്തുമാത്രം കഷ്ടപ്പാടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സിനാറിയോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഒരു ഇന്ത്യൻ ജോബ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് LPUവിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. അതുപോലെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കണം. LPUവിൽ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജക്ട്സിനും അതുപോലെ തന്നെ ഹാക്കത്തോൺസിനും ഇവൻറ്റ്സിനും കാര്യങ്ങളൊക്കെ ഭംഗിയില്ലാത്തൊരു സ്ഥലമാണ്. കാര്യം എന്നും ഇവൻറ്റ്സ് നടക്കുന്നുണ്ടാവും, എന്നും ഹാക്കത്തോൺസും കോമ്പറ്റീഷൻസും നടക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് പ്രൊജക്ട്സ് ചെയ്യാം. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഫാക്കൽറ്റീസ് ഉണ്ടാവും, നല്ല പ്രൊഫസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു നല്ലൊരു കരിയർ കൾച്ചർ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് LPUവിൽ. അപ്പോൾ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്കൊരു ജോബ്, ആദ്യത്തെ ജോബ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ജോബ് നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ട് LPU ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ ഡയറക്റ്റ് എന്നാ പോലെ നീ LPUവിൽ പഠിച്ചതുകൊണ്ട് നീ ജോലി വെച്ചോ എന്നുള്ള രീതിയിൽ ആരും തരയില്ല, അതിൽ LPU ഒന്നും ചെയ്യില്ല. പക്ഷേ LPU നമുക്ക് ഒരുക്കി തരുന്ന ഓപ്പർച്യൂണിറ്റീസ്, ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുന്ന സ്റ്റുഡൻസിനും മെച്ചമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി LPUവിൽ പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്, LPU എടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ LPUവിലേക്ക് പോകാൻ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് LPUവിൽ ജോയിൻ ചെയ്തൊരു വിദ്യാർത്ഥിയാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ LPU ചൂസ് ചെയ്തു. ഇനി ചെയ്യാനുള്ളത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു പ്ലേസ്മെൻ്റ് ആണ് അല്ലെങ്കിൽ നല്ലൊരു പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പറ്റിയ ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുക, അതിൻ്റെ കമ്പനി നിങ്ങൾ ഫിക്സ് ചെയ്യുക, ആ ഒരു കമ്പനിക്ക് വേണ്ടുന്ന സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, മാക്സിമം പ്രൊജക്ട്സ് ബൂസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മാക്സിമം പ്രൊജക്ട്സ് കയറ്റുക. ഓക്കെ, വെറുതെ തള്ളിക്കയറ്റാനല്ല പറയണത്, വർക്ക് ചെയ്യുക. എന്നിട്ട് ആ പ്രൊജക്ട്സിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്കിൽസ് പ്രത്യേകം കാണിക്കുക. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ്, ആ സ്കിൽസിന് തന്നെയുള്ള സർട്ടിഫിക്കേഷൻസ് ഒരു വ്യക്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ സ്കില്ലിൽ സർട്ടിഫൈ ചെയ്തേക്കാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സിൽ വെക്കുക, ഒരു കോളേജോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ല നമ്മുടെ കരിയർ ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ അല്ല നമ്മുടെ കരിയർ ഡിസൈഡ് ചെയ്യുക, നമ്മുടെ മാർക്കോ CGPA അല്ല നമ്മുടെ കരിയർ ഡിസൈഡ് ചെയ്യുക. നമ്മുടെ സ്കിൽസ്, നമ്മുടെ പ്രൊജക്ട്സ്, കാര്യം സർട്ടിഫിക്കേഷൻസും ആണ്. അപ്പോൾ ഇത് 3ഉം CVയിൽ മാക്സിമം നമ്മൾ പുഷ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എന്തായാലും നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുകയാണ്. ഒരു സക്സസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ സക്സസ്ഫുൾ കരിയർ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. അതിപ്പോൾ LPUവിനെ പറ്റി ആയിക്കോട്ടെ, എന്നെ പറ്റി ആയിക്കോട്ടെ, വീഡിയോ പറ്റി ആയിക്കോട്ടെ, അതെല്ലാം കോഴ്സുകളെ പറ്റി ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ഒരു ഹാപ്പി സക്സസ്ഫുൾ ലൈഫ്.